കേരളം കണ്ട ഏറ്റവും വലിയ എഡ്യൂക്കേഷണൽ എക്സ്പോയായ ദ കരിയർ ജേണി 2025 കൊല്ലത്ത് സമാപിച്ചു. നൂറുകണക്കിന് വിദ്യാർത്ഥികളും രക്ഷിതാക്കളുമാണ് കൊല്ലം ലീല റാവിസ് ഹോട്ടലിലേക്ക് ഒഴുകിയെത്തിയത്. റിപ്പോർട്ടർ ടിവിയും മൈക്രോടെക്കും ചേർന്ന് നടത്തുന്ന കരിയർ എക്സ്പോയിലൂടെ +2 ശേഷം എന്തു പഠിക്കണം, ഏത് കോഴ്സ് തെരഞ്ഞെടുക്കണം എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം ലഭിച്ചുവെന്ന് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അഭിപ്രായപ്പെട്ടു. നല്ലായിരുന്നു, നല്ല ഹെൽപ്ഫുൾ ആണ്. എല്ലാം ചെയ്യാനും എടുക്കാനൊക്കെ ഉണ്ട്. ഇപ്പോൾ +2 ആയതേ ഉള്ളൂ. കുഴപ്പമില്ലായിരുന്നു, നന്നായിരുന്നു. പല കാര്യങ്ങളെ പറ്റി അറിയാൻ പറ്റി. ഇൻഫർമേറ്റീവ് ആണ്. പല കോളേജുകളും നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റി. അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ടായിരുന്നു, അവരെ കാണാൻ പറ്റി. പല കാര്യങ്ങളും അറിയാൻ പറ്റി. നമ്മൾ പഠിച്ച കോഴ്സ് തന്നെ എന്തൊക്കെ രീതിയിലുണ്ടെന്ന് നമുക്ക് ഇപ്പോഴാണ് സ്ഥിരമായിട്ടൊരു ഇത് കിട്ടിയത്. അപ്പോൾ നല്ല ഇൻഫോർമേറ്റീവായിട്ട് എനിക്ക് തോന്നി. വന്ന സമയത്തൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പം ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നല്ല പ്രോഗ്രാമാണ്. വളരെ യൂസ്ഫുള്ളായിട്ടാണ് എനിക്ക് തോന്നിയത്. അവരുടെ ഇപ്പോൾ വന്നതിന് ശേഷം അവരുടെ ആഗ്രഹങ്ങളൊക്കെ മാറി മറിഞ്ഞതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പ്രതീക്ഷകൾക്കും അധികമായിരുന്നു എക്സ്പോയുടെ വിജയമെന്ന് മൈക്രോടെക് CMD ഷിബു കെ മുഹമ്മദ് പറഞ്ഞു. നിരവധി വിദ്യാർത്ഥികൾക്ക് അവരുടെ ഇഷ്ടപ്പെട്ട മേഖല ഏതെന്ന് തിരിച്ചറിയാനും അഭിരുചിക്കനുസരിച്ച് കരിയർ തെരഞ്ഞെടുക്കാനും സാധിച്ചുവെന്നും ഷിബു കെ മുഹമ്മദ് പറഞ്ഞു. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ വിജയമായി എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സത്യം. ജനങ്ങൾ ഒഴുകി വരികയായിരുന്നു. കാരണം ഏകദേശം 10,000 വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഈ 10 ദിവസമായി നമ്മുടെ എല്ലാ വെന്യൂകളും സന്ദർശിച്ച് അവരുടെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടി ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഒരു വിദ്യാഭ്യാസ കാര്യത്തിനായതുകൊണ്ട് ഏറെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ചും കുറേ നാളുകളായിട്ട് ഇത്തരത്തിലുള്ള എഡ്യൂക്കേഷൻ എക്സിബിഷനുകളൊക്കെ ഇല്ലാതിരുന്ന കാലത്ത് അതിൻ്റെ ഒരു തിരിച്ചുവരവിൻ്റെ നിമിത്തമാവാൻ മൈക്രോടെക്കിനും റിപ്പോർട്ടറിനും കൂടി സാധിച്ചു എന്ന കാര്യത്തിൽ വളരെയധികം സന്തോഷത്തിലാണ്.